രാജു. ഞാൻ കാനഡയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നടന്ന ചില അനുഗ്രഹങ്ങൾക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി 2022 എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ MBAക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ടായിരുന്നു കാനഡയിൽ. ഇപ്പം ഞങ്ങൾക്ക് കാനഡയിൽ MBAക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ GMAT എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം എഴുതണം. അപ്പം ഞാൻ എന്തായാലും അത് എഴുതിയാൽ തോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാര്യം ഞാൻ BCom അല്ലായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഡിഗ്രിക്ക് ഞാൻ മറ്റു സബ്ജക്റ്റുകളായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ എനിക്ക് എന്നാലും MBA എടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പം കോവിഡ് സമയമായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു കേസ് ബൈ കേസ് ബേസിസിൽ വേണമെങ്കിൽ എൻട്രൻസ് എക്സാം ഇല്ലാതെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഓരോരുത്തരായിട്ട് അസസ് ചെയ്താൽ നോക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മെഡലുണ്ട്. ഞാൻ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത്. എൻ്റെ അമ്മയ്ക്കാണ് മെഡലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൃപാസനമ്മയുടെ മെഡൽ വെച്ച് MBAക്കുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പം അതിൻ്റെ ഫലമായിട്ട് അവർ പറഞ്ഞു എൻട്രൻസ് എക്സാം ഒന്നും എഴുതണ്ട, നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ ആയെന്ന്. അത് ഈശോ എന്ന വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ടു. കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ MBAക്ക് പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് സബ്ജക്റ്റ് BCom ഒന്നും എടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫൈനാൻസ് അക്കൗണ്ടിങ് ഒക്കെ നല്ല പാടായിരുന്നു. അപ്പം രണ്ടും ഞാൻ ഫൈനാൻസ് ഞാൻ അക്കൗണ്ടിങ് ഞാൻ തോറ്റു. പക്ഷേ അത് റീവാലുവേഷനും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ജയിച്ചു. ഫൈനാൻസും ഇതുപോലെ തന്നെ വീണ്ടും എഴുതേണ്ടി വന്നെങ്കിലും മാതാവ് എന്നെ ജയിപ്പിച്ചു. പിന്നെ എനിക്ക് MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാനും വലിയ പാടായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെ വേറിട്ട ഡിഗ്രികളായതുകൊണ്ട് ഇൻറ്റേൺഷിപ്പൊക്കെ കിട്ടാൻ പാടായിരുന്നു MBAയിൽ. അപ്പോൾ അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എപ്പോഴും ഞാൻ മെഡൽ കൊണ്ടുപോയി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ മെഡലുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കനേഡിയൻ ഗവൺമെൻറ്റിൽ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ മാസം മെയ് 2022 തന്നെ എനിക്ക് ഒരു താൽക്കാലിക ജോലി ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ റെഡിയായി. അപ്പോഴാണ് എനിക്കൊരു വലിയ തടസ്സം വന്നത്. എൻ്റെ കൈ ഞാൻ വല്ലാത്ത രീതിയിൽ തിരിച്ച് വെച്ചിട്ട് കൈ തളർന്നു പോയി എൻ്റെ. അപ്പോൾ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ റൈറ്റ് കൈ റേഡിയോനോപോസി എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, നെർവ് കംപ്ലീറ്റ്ലി ഡാമേജ്ഡായി. അപ്പം കൈ പൊക്കാൻ പറ്റത്തില്ല. ഈ റൈറ്റ് ഹാൻഡാണ്, ഞാൻ റൈറ്റ് ഹാൻഡഡുമാണ്. അപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യാനോ ജോലി ചെയ്യാനോ പറ്റത്തില്ല. ജോലി സ്ഥലത്തിന് അവധിയൊന്നും കിട്ടത്തില്ല. കാരണം ഞാൻ ഒരാളുടെ ലീവ് കവർ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പം അവർ അവധിയൊന്നും എനിക്ക് തരത്തില്ല. അങ്ങനെ ആകപ്പാടെ ഞാൻ റിസ്റ്റ് ബാൻഡൊക്കെ ഇട്ട് ജോലിക്ക് പോകാൻ. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എനിക്ക് വേണമെങ്കിൽ ജോലി ഇട്ടിട്ട് പോകാം. അപ്പോൾ പക്ഷേ ഇവർ ഗ്യാപ്പ് വരും. പിന്നെ പെർമനൻറ്റ് ജോലിക്ക് അവരെ അപേക്ഷിക്കുമ്പം ഗ്യാപ്പൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയ്ക്ക് ഉടമ്പടി തൈലമുണ്ട്. അപ്പം ഞാൻ അടയാളങ്ങൾ കാണാറ്റുമ്പോൾ എനിക്ക് ഈശോ ഉള്ള വിശ്വാസം കൊണ്ട് എനിക്കറിയാം ഈശോ തന്നെ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശോ തന്നെ ജോലിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ ദിവസവും എൻ്റെ മമ്മിയും പപ്പായും എൻ്റെ കയ്യെ കുരിശ് വരയ്ക്കും. കാരണം എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞേ കൈ പൊങ്ങുകയുള്ളൂ. കാര്യം നെർവ് തിരിച്ച് വളരണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 1 വർഷമെങ്കിലും മിനിമം എടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. അത് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് സർജറിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും സമയമില്ല. അപ്പോൾ എൻ്റെ കോൺട്രാക്റ്റിനും 1 വർഷമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുത്തെ അമ്മ സമയചുരുക്കത്തിൻ്റെ അമ്മയാണല്ലോ. അപ്പം അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഈ കൈ ഒന്ന് പൊക്കി തന്നെ എനിക്ക് എൻ്റെ ജോലി ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റണേന്. അപ്പോൾ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. കൃത്യം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ എനിക്ക് പൊക്കാൻ സാധിച്ചു. ഇന്ന് ആ കൈ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പിന്നെ ആദ്യമേ ഒരാളെ ലീവ് കവർ ചെയ്തോടെ ചെയ്യുന്ന ജോലിക്ക് ഭയങ്കര അവിടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ഞാൻ ഇങ്ങനെ കോൺട്രാക്റ്റ് ജോലി ചെയ്യുമ്പോൾ അവിടെ ഉള്ള എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റേ ആൾക്കാരൊക്കെ എനിക്ക് എതിരെ ചുമ്മാ കള്ളത്തരങ്ങളൊക്കെ പറയും. പിന്നെ എനിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടായിരുന്നു അവിടെ ജോലി ചെയ്തപ്പം. മാതാവ് തന്നെ ജോലി ആയതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് കർത്താവ് അത് ഞാൻ ലീവ് കവർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് നേരത്തെ തിരിച്ചു വന്നു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഇപ്പോൾ കാനഡയിലൊക്കെ നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഓരോ ജോലിയും നമുക്ക് റെഫറൻസസുകളൊക്കെ വേണമല്ലോ. അപ്പം നമുക്കൊരു പെർമനൻറ്റ് ജോലിക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്തെ റെഫറൻസുകളാണ് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ എന്നത്തെ ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കവിടെ ഇങ്ങനെ നല്ല രീതിക്കല്ലാണ്ട് പോയത്. പക്ഷേ നേരത്തെ എൻ്റെ കോൺട്രാക്റ്റ് അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു.
ജോലി സ്ഥലത്തുനിന്ന്. കാര്യം ലീവ് എന്ന ആൾ തിരിച്ചു വരുമായിരുന്നു. അപ്പം എനിക്ക് സങ്കടമായി, കാരണം എനിക്ക് അത്രയും വീണ്ടും എനിക്കൊരു ജോലിക്ക് അപേക്ഷിക്കണം. ഞാൻ പ്രിപ്പയർഡ് ഒന്നുമല്ല, നോക്കുന്നുമില്ലായിരുന്നു, കാരണം കുറച്ച് സമയമുണ്ട്. 3 മാസം മുമ്പ് ആണ് എനിക്ക് അവരത് അവസാനിപ്പിച്ചത്. അപ്പം ഞാനപ്പോഴും രണ്ടാമത് ഓൺലൈൻ ഉടമ്പടി എന്നെ എടുത്തിരിക്കുന്ന സമയം. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം എന്നെ അവർക്കെല്ലാം ഭയങ്കര സഹതാപമായി. എനിക്ക് റെഫറൻസ് തരാൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് ഭയങ്കര സഹതാപമായി. നീ എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്തു, ഞാൻ റെഫറി ആയിട്ട് നിന്നോളാം, കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അപ്പം ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഉടമ്പടിയിലായിരുന്നു. കൃത്യം ഞാൻ എല്ലാ ആപ്ലിക്കേഷനും ഉച്ചപാട് തന്നെ ഇട്ടു. അവസാനം ഞാൻ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി കാനഡയിലുണ്ട്. അപ്പോൾ അവിടെ ഒരു പെർമനൻറ്റ് പോസ്റ്റിങ് വന്നു. അത് IT-യിലേക്കുള്ളതായിരുന്നു. ഞാൻ IT അല്ല, പക്ഷേ എങ്കിലും ഈ പ്രൈവസി അങ്ങനത്തെ കാര്യങ്ങളോട്ടൊക്കെ ബന്ധപ്പെട്ടായതുകൊണ്ട് ഞാൻ അതിന് തലേ ദിവസം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ലെന്ന് കരുതിയത്. പക്ഷേ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. മാതാവിൻ്റെ കാശുരൂപം വെച്ചാണ് ഓരോ ആപ്ലിക്കേഷനും കുരിശ് വരച്ചേ ഞാൻ വിടത്തുള്ളൂ. എന്തുണ്ടെങ്കിലും ഞാൻ കുരിശ് വരച്ച്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ കുരിശ് വരച്ചേ വിടുള്ളൂ. കാരണം എനിക്കറിയാം ഈ മാതാവിൻ്റെ കാശുരൂപം വരച്ച് നമുക്കൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, കിട്ടിയാലും കർത്താവിൻ്റെ ഇഷ്ടമാണ്. അപ്പം ഞാനത് വരച്ചു വെച്ചപ്പോൾ ഇവരെന്നെ ഒരു ദിവസം ഞാൻ രാവിലെ ഇരുന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ ഇൻ്റർവ്യൂവിന് പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചു. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നെങ്കിലും മനസ്സിൽ മാതാവിനെ വിളിച്ചു ഞാൻ ഫോൺ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെന്നോ പറഞ്ഞു, എപ്പോഴാണ് നിങ്ങൾക്ക് നേരിട്ട് വന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഡേറ്റ് ഞാൻ പോയി. ഞാൻ ഇന്നലെ ഇൻ്റർവ്യൂ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കൂടെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ലോക്കറ്റായിട്ട് ഇട്ടിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ പങ്കെടുത്തു. ഭയങ്കര ക്വസ്റ്റ്യൻസിൻ്റെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല, പക്ഷേ ഇതിന് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് അവരിന്നലെ ഒരുപാട് ടഫായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കാശുരൂപം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ ഇൻ്റർവ്യൂ പങ്കെടുത്തു. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഫോണിൽ മെസ്സേജ് വന്നു, എനിക്ക് മാതാവ് ആ ജോലി, ഈശോ എനിക്ക് മാതാവ് വഴി ആ ജോലി തന്നു. അതൊരു പെർമനൻറ്റ് പോസ്റ്റിംഗ് ആയിരുന്നു. ഈ 3 വർഷമായിട്ട് ഞാൻ ആ ജോലിയായിരിക്കും. പക്ഷേ സാക്ഷ്യം പറയാൻ വൈകിപ്പോയതിന് ശേഷം ഈശോനും മാതാവ് ക്ഷമ ചോദിക്കുന്നു, കാരണം എനിക്കിവിടെ എത്തിച്ചേർന്നത് ഇപ്പോഴാണ്. അപ്പം അത് മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ചുള്ള ഒരു അത്ഭുതം. ഞാൻ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും അത് മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയുടെ 3-ാം മാസമാണ് എനിക്ക് ആ ഒരു പെർമനൻറ്റ് ജോലി ലഭിച്ചത്. അതാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം കർത്താവിൻ്റെ ഒരു നിശ്ചയമായിരുന്നു. പെട്ടെന്ന് ഇന്നലെ നേരത്തെ ആ കോൺട്രാക്റ്റ് അവസാനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പെർമനൻറ്റ് ജോലി ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി അധികം പോസ്റ്റിങ്ങും വന്നിട്ടില്ല. ഇന്ന് വരെ 1-2 ഒക്കെ പോസ്റ്റിങ് വെച്ചേ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്റിങ് പോലെ എനിക്ക് തോന്നിച്ചു. പിന്നെ പറയാൻ വിട്ടുപോയെന്നു വെച്ചാൽ എനിക്ക് ഇന്നലെ ദേഹം മൊത്തം ഇന്നലെ പിമ്പിൾസ് ഇന്നലെ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ പുറത്തൊരു വല്ലാത്ത പഴുത്തിങ്ങനെ വന്നപ്പം ഡോക്ടർ എപ്പോഴും വരുന്നതായത് തന്നെ പോക്കും. പക്ഷേ എനിക്ക് ഭയങ്കര വേദനയും ഇങ്ങനെ പഴുപ്പൊക്കെ. എൻ്റെ അമ്മയെക്കൊണ്ട് മാതാവിൻ്റെ തൈലവും ഉപ്പുമല്ലായിട്ട് അത് തന്നെ അത് പൊട്ടി ഹീലായി. അങ്ങനെ ആ വേദന എനിക്കിപ്പം ഒന്നുമില്ല. പൊതുവേ എൻ്റെ മുഖം മൊത്തം ഇങ്ങനെ കുരു വരുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ കുരു ഉണ്ടെങ്കിലും അത് മാതാവിൻ്റെ തൈലമൊക്കെ തേച്ചത് കുറഞ്ഞു. പിന്നെ ഞാൻ എഴുതി കൊടുക്കാൻ വിട്ടുപോയൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലും മാതാവിൻ്റെ അനുഗ്രഹം. കാരണം ഞാനൊരു കനേഡിയൻ സിറ്റിസനാണ്, അവിടെയാണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ വരണമെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ലൈഫ് ലോങ് വിസയുണ്ട്, OCA എന്നാണ് പറയുന്നതിന്. അപ്പോൾ അത് ഞാൻ കുഞ്ഞുനാളെ എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് വേണ്ടി എടുത്തതാണ്. പക്ഷേ അതിപ്പോൾ പുതുക്കണം. ഞാനിപ്പം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് പുതുക്കാൻ തന്നെ 8 ആഴ്ച എടുക്കും സമയമെന്ന്. പക്ഷെ ഞാൻ പോകാൻ 4 ആഴ്ചയേ ഉള്ളൂ. അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് എൻ്റെ ആപ്ലിക്കേഷൻ കുരിശ് വരച്ച് വിട്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് കൃത്യം ഞാൻ പോകുന്നതിന് 1 ആഴ്ച മുമ്പ് എനിക്ക് അത് OCA അടിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റിയത്. ഒരുപാട് കാലത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സാക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തതെന്ന് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ റെഗുലറായിട്ട് കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഉടമ്പടി 2019 മമ്മി ഉടമ്പടി ആക്കി. ഇന്ന് വരെ ഞങ്ങളെല്ലാം കൊന്ത ചൊല്ലുകയും അരമണിക്കൂർ ബൈബിൾ കൊന്ത ചൊല്ലി കഴിഞ്ഞ് വായിക്കുകയും രാവിലത്തെ പ്രത്യക്ഷണ പ്രാർത്ഥന, വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥന. പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് പത്രമില്ല, പക്ഷേ ഞാൻ ഈ പത്രത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ മാക്സിമം സോഷ്യൽ മീഡിയയിൽ കൂടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ റിട്രീറ്റുകളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്.
പിന്നെ കാരുണ്യപ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അവിടെ സിസ്റ്റേഴ്സ് റൺ ചെയ്യുന്ന ഒരു ഹോംലെസ് സെൻ്ററുണ്ട് പാവപ്പെട്ടവരുടെ. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഭക്ഷണം സ്വീകരിക്കും. അപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബ്ലെസ്സിങ്സും ഈശോയ്ക്കും മാതാവിന് വരാൻ നന്ദി പറഞ്ഞു. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാം തിരുവചനം. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ജൂന എന്ന ഈ മകൾ കാനഡയിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇന്നിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് എൽത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഇന്നീ മകൾ നന്ദി പറയുകയാണ്. സത്യമായും ഇതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ സമയച്ചുരുക്കത്തിൽ തൻ്റെ ജീവിത ഭാരങ്ങൾ ലഘൂകരിച്ചിട്ടുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകൾക്ക് MBAക്ക് എൻട്രൻസ് എക്സാം ഇല്ലാതെ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഒരു അത്ഭുതകരമായ കാര്യം ഈ മകൾ ഏറ്റുപറയുന്നത്. അവിടെ അങ്ങനെ ഒരു എൻട്രൻസ് എക്സാം ഇല്ലാതെ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ് ദൈവത്തിന് സാധ്യമായിട്ടുള്ളതെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ എല്ലാ മക്കളും ഇന്ന് അനുഭവിക്കുന്ന ഒരു സാക്ഷ്യങ്ങളുടെ ഒരു കാലാവസ്ഥയിൽ, ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ജീവനയ്ക്ക് ഈശോയുടെ പ്രത്യേക അനുഗ്രഹത്താൽ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ജീവിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇൻറ്റേൺഷിപ്പ് ലഭിക്കുവാനും അവരെപ്പോഴും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കാശുരൂപം മകൾക്ക് കൊടുത്തു വിട്ടിരുന്നു. കാശുരൂപം എന്ന് പറയുന്നത് അമ്മയുടെ പ്രസൻസ് തന്നെയാണ്. പരിശുദ്ധ അമ്മ വഴി നയിക്കുന്ന വിധങ്ങളാണ് നമ്മൾ എപ്പോഴും പരിശുദ്ധ അമ്മയോട് സഹായം ചോദിക്കുമ്പോൾ എന്നെ കാത്തുകൊള്ളണമേ, എൻ്റെ കൂടെ ആയിരിക്കണമേ. അപ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു സഞ്ചാരി മാതാവായി നിലകൊള്ളുന്നതെന്ന് ഈ സാക്ഷി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഈ മകൾക്ക് അതുപോലെ കയ്യിനൊരു നെർവ് വീക്കായ ഒരവസ്ഥയുണ്ടായിരുന്നു. കൈ പൊക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ഡോക്ടേഴ്സ് വിധി എഴുതിയത് 1 വർഷമെങ്കിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ 3 ആഴ്ചയിൽ ഈ മകൾക്ക് കൈ വളരെ റിക്കവറായി എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ പിമ്പിൾസ് വന്നപ്പോഴും ശരീരത്തിൽ മൊത്തം അസ്വസ്ഥതകൾ വന്നപ്പോഴെല്ലാം ഇവർക്കൊരു നല്ല ആൻറ്റിബയോട്ടിക്കായത്. കാനഡ എന്ന് പറയുന്നത് സയൻസിൽ ജീവിക്കുന്ന ഒരു ലോകമാണ്. അവിടെ നിന്ന് ഈ മകൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുപറയാൻ സാധിക്കുന്നത് ഈശോ കർത്താവാണ്. ജീസസ് ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്ന ഈ മകൾക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഒരു സയൻസ് യുഗത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈശോയ്ക്ക് അപ്പുറം ഒന്നുമില്ല. എല്ലാ സയൻസിനും മുകളിലാണ് ഈശോയുടെ അത്ഭുതങ്ങൾ എന്ന ഈ മകൾക്ക് വളരെ ശക്തമായി ഏറ്റുപറയാൻ സാധിക്കുന്ന വലിയ സാക്ഷ്യങ്ങളാണ് ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജോലിയുടെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു ചെറിയ കാലഘട്ടത്തിൽ എനിക്ക് ജോലിയില്ലല്ലോ എന്ന് പരിശുദ്ധ അമ്മയോട് സങ്കടം പറഞ്ഞ ആ അവസരത്തിലാണ് IT പ്രൊഫഷണലായി ഇന്നൊരു പെർമനൻ്റ് ജോലി ലഭിച്ച് കാനഡയിൽ ജീവിക്കാനുള്ള ഒരു വലിയ സാധ്യത കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയിരിക്കുന്നത്. നമുക്ക് ഒന്ന് ഓർത്തെടുക്കാവുന്നതാണ്. ഓൺലൈൻ ഉടമ്പടിയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ പോലും ആ ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോൾ ഈ മകൾ പറയുകയായിരുന്നു, ഞാൻ വളരെ കൃത്യമായി ഉടമ്പടി ജീവിച്ചു. അപ്പോഴാണ് ഈശോയ്ക്ക് നാം ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കുകയാണ്, ഞാൻ അങ്ങയിൽ നിന്നൊരിക്കലും അകന്നു പോവുകയില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മാധ്യസ്ഥത്തിനായി നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത്. ജീവനയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന യൂത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.